അപ്പോൾ ഇത്ര നേരം കണ്ടില്ലേ ചിലരുടെ പ്രായമായപ്പോഴുള്ള ലുക്കൊക്കെ. ഇപ്പോൾ കംപ്ലീറ്റ് ഒരു 10 ഇയർ ചലഞ്ചിന്റെ സമയമല്ലേ. നമുക്ക് ഒരു 10 ഇയർ ചലഞ്ചാണ് ഈ DKDയുടെ ഫ്ലോറിൽ നമ്മൾ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പലരും എങ്ങനെയായിരുന്നു 10 വർഷം മുന്നേ ഇരുന്നത് എന്നുള്ളത് ഒന്ന് കാണുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. ഉണ്ടോ ചേട്ടായി? ഇല്ല, നല്ലല്ലേ. ആദ്യത്തെ ഒരാളുടെ കണ്ടാലോ? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. റംസാൻ. അത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഓ, നീ അങ്ങോട്ട് വളർന്ന് മൊഞ്ചനായി പോയാലോടാ ചെക്കാന്ന്. എന്നാ പിന്നെ നീ ഒരു 10 വർഷം കഴിയുമ്പോൾ ആൺകുട്ടിയായി എങ്ങനെ ഇരിക്കുമായിരിക്കും? ഇത് മറ്റേ പാണ്ടിലോറിന്റെ ഫ്രണ്ടിൽ പെട്ട തവണ അർണോൾഡിന്റെ മുഖം പോലുണ്ട്. കംപ്ലീറ്റ് ചടഞ്ഞൊരു പരിപാടി. 20 വർഷം കഴിഞ്ഞ് നിന്നെ കാണുമ്പോൾ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പോലും പറ്റൂലല്ലോ എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് മറ്റേ ഫയർ എഞ്ചിന്റെ ഉള്ളിലേക്ക് ആള് കത്തിക്കരിഞ്ഞുണ്ട്. നിനക്ക് 10 വർഷമായിട്ട് മുടി കണ്ടില്ല, സ്പൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴും സ്പൈക്ക് ഒക്കെ ഉണ്ട്. നാട്ടുകോഴി സ്വഭാവം അപ്പോഴും അതല്ലേ. ടീഷർട്ടും മാറ്റിയിട്ടില്ല, അതും സെയിം സ്വഭാവം തന്നെ. ഒന്നും നനയ്ക്കാറില്ല, കുളിക്കാറില്ല. എന്നാ കിച്ചുവേട്ടാ ഒക്കെ സ്പൈക്ക് ആണല്ലോ. എന്നാ കിച്ചുവേട്ടന്റെ 10 വർഷം മുന്നത്തെ പടം ഒന്ന് കാണണ്ടേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ, കിച്ചുവേട്ടന്റെ പഴയ ഫോട്ടോ. ഓ മൈ ഗോഡ്, എന്തൊരു സുന്ദര കോമള കശ്മലൻ. സച്ച് ആൻ ഇന്നോസെന്റ് ബോയ്. ഒരു പ്രിയൂർമാങ്ങ പോലുണ്ട് മുഖം. പക്ഷെ ഈ മുഖം കാണാത്ത മലയാളികൾ ആരും തന്നെ ഇല്ല. 10 വർഷം ഈ ചതി ചെയ്ത് ആരാണെന്ന് എനിക്കറിയണം. അടുത്തത് ഇനി 20 വർഷം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. അല്ലേ, ഇനി അടുത്തത് ആരെ കാണിക്കേണ്ടത്? ഇതാരും നമ്മുടെ ലെസ്റ്റ്ഫുൾ ഡാൻസറോ? പഴയ കോലം കണ്ടില്ല, എത്ര പാവ ഇപ്പൊ. ഓക്കെ, അത് അടുത്ത പടം കാണാം അല്ലേ? ഭാവിയിലെ ശ്രുതിലക്ഷ്മി, ലെസ്റ്റ്ഫുൾ ഓൾഡ് ശ്രുതിലക്ഷ്മി ഒന്ന് കാണിച്ചു കൊടുക്കൂ പ്ലീസ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ടു ബാഡ്. ഓക്കേ, നെക്സ്റ്റ്. അവൾക്ക് വലിയ വ്യത്യാസം മുഖാണ് ഇപ്പോഴും സെയിം ഫേസ്. അതെ, ഒരു സെയിം കേട്ടോ, മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമില്ല. ഓക്കെ, ഒരു 20 വർഷത്തിന് ശേഷം. ഇത് ഈ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ മീറ്റിങ്ങിന് വരുന്ന മദാമയില്ലേ? ഓക്കെ, അടുത്ത ആളെ കാണാം നമുക്ക്. ഓക്കെ, All my people just be rolling up on this spot. This spot. ഇതേ ടീഷർട്ട്. ഇത് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഗേൾസ് ആർ യു സിംഗിൾ എന്ന് ചോദിക്കുമ്പോ ഐ ഡോണ്ട് മൈൻഡ് എന്ന് മറുപടി അയക്കുന്ന ലുക്ക്. അടുത്ത് ഈ മുമ്പ് കാണിച്ച 6 പാക്കിലായാലും അതിനുശേഷം ഉള്ളതായാലും ഇപ്പോഴായാലും സ്വഭാവത്തിന് ഒരു മാറ്റം. നെക്സ്റ്റ് മൈ ബോഡി എന്റെ പഴയ ഫോട്ടോ ആണ്. ഇപ്പോഴത്തെ മനുവിനും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഭാവിയിലെ മനോജിനെ നമുക്ക് കാണാം. ഇത് ഇവൻ മൈക്കിൾ ജാക്സനെ പോലെ വെളുക്കാനുള്ള ശസ്ത്രക്രിയ ചെയ്തിട്ട് ശേഷമുള്ള ഫോട്ടോ ആണിത്. അടുത്തത് ഇതാരാണ്? സുഷ്മിത സെന്നോ ഐശ്വര്യ റായോ? മദാലസ. അടുത്ത ഭാവിയിലെ ഫോട്ടോ നിങ്ങൾ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അത് സുന്ദരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ? ഭാവിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് അയച്ചു തരുന്നതായിരിക്കും, കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഡോൾബി അമ്മായിനെ പോലുണ്ട്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് തന്നെ നിന്റേത് ഞാൻ എടുത്തു വന്നിട്ടുണ്ട്. എന്താ നിന്റെ പേര്?
രമണൻ. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കഞ്ഞിത്തരം. കഞ്ഞിത്തരം പണ്ട് 10 വർഷം മുന്നേ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടാ എനിക്ക് പ്രായമായിട്ടില്ല, അന്ന് ഒന്നും നോക്ക്. എന്ത് ആര് പറഞ്ഞു പ്രായമായിട്ടില്ല? നീ മാത്രം പറഞ്ഞാൽ മതിയോ? സെയിം ആണല്ലേ? അല്ല, ആ ഒരു പാവ മുഖം, നിഷ്കളങ്ക മുഖം. അല്ല ജൂടെ, ഈ ഫോട്ടോ കണ്ട വഴിക്ക് സമൃദ്ധ എന്റെ ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞു. പറയടാ. ഞാൻ പറഞ്ഞു. അല്ല പറയടാ, ആദ്യം അത് പറഞ്ഞിട്ട് പോയാ മതി. എനിക്ക് ശുപ്പാണ്ടിനെ തോന്നി പെട്ടെന്ന്. എന്നിട്ട് അവൻ തന്നെ പറയുന്നു ശുപ്പാണ്ടിയൊക്കെ എന്ത് ഭേദാന്ന്. ഇപ്പോഴത്തെ അരുണിനെ നമുക്ക് കാണാം ഇനി. അപ്പൊ നമുക്ക് എന്നാലേ ഈ പറഞ്ഞ സുപ്പാണ്ടിയുടെ ഭാവി ഒന്ന് നമുക്ക് കാണണം. ലുക്കായിരിക്കും ഞാൻ. നീ എന്താ വലുതായി കഴിഞ്ഞ പ്രായം പശുക്കുട്ടി പ്രസവിച്ചോ? നീ എന്നാലും ആ പശുവിനെങ്കിലും ഒന്ന് പ്രായമാക്കി വെച്ചൂടായിരുന്നു. കഴിഞ്ഞു കഴിഞ്ഞു, നമ്മളെ ചാലഞ്ച് ഇവിടെ ഇതോടെ തീർന്നു. നീ ആയിരുന്നു അവസാനത്തെ ആ ഞെട്ടിപ്പിക്കുന്ന ഫോട്ടോ. കേരളം നെയ്തെടുക്കാം ജീവിത വിസ്മയങ്ങൾ.